ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇലച്ചെടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇലച്ചെടികൾ ചേമ്പിൻ്റെ രീതിയിലുള്ള ഇലച്ചെടികൾ ഇഷ്ടം പോലെ നമുക്കിപ്പം മേടിക്കാനെല്ലാം കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ കാണുമല്ലോ, നമ്മുടെ തോട്ടങ്ങളിലൊക്കെ കാണത്തില്ലേ ഇതുപോലത്തെ നല്ല ഇലയുള്ള ചേമ്പില. അപ്പോൾ ഇത് കണ്ടാൽ ഇതൊരു അയ്യന്നിറങ്ങി അങ്ങ് പോകുന്നൊരു ചേമ്പിലയാണ്. പക്ഷേ നമ്മളിതിനെ ഒരിടത്ത് ഒതുക്കി നടാമെങ്കിൽ നല്ല ഭംഗിക്ക് നിൽക്കുകയും ചെയ്യും, കാണാനും നല്ല കളറാണ്. അപ്പം നമുക്ക് അത് എനിക്ക് എൻ്റെ ഒരു ഇത് പറയണേ, ഞാനിത് എന്നെ വിചാരിച്ചൊന്ന് നടണമെന്ന്. അങ്ങനെ ഞാൻ ഒരു കവറിനകത്തൊന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് എടുക്കാൻ വന്നതാണ്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പുള്ളിയും നല്ല പുള്ളിപ്പടകമുള്ള ചേമ്പിൻ്റെ. എൻ്റെ പേരെന്ന് എനിക്ക് പറഞ്ഞാൽ ചേമ്പിൻ്റെ അതിനകത്ത് പെടുന്നതിന് ചേമ്പലത്തേക്ക് എന്നങ്ങ് പറയുന്നു. അപ്പം ഞാനത് എടുക്കുവാണേ. ചുന്ദരി അവളാണെങ്കിൽ ആരും എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവക്കടെ കൂടെ ആൾ വേണം. അതിന് ഞാൻ അഴിച്ചുകൊണ്ട് വന്നതാണ്. അവൾ തന്നെ ഇപ്പം നിന്നോളും, കെട്ടിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എന്നുവെച്ചാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നടാം. എനിക്കിഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നടുന്നത്. അപ്പം ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ എടുക്കുവാണേ. ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ കവറിനകത്താണ് ഞാൻ നടാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ മണ്ണ് നിറയ്ക്കും. ഇട്ട് നട്ടാലും അങ്ങ് പിടിച്ചോളൂ. ഇതിന് ഇത്രയും വളം വേണമെന്നൊന്നുമില്ല. എങ്ങനെയുള്ള രീതിയിൽ മണ്ണ് വേണമെങ്കിൽ പിടിച്ചോളൂ. കിഴങ്ങൊക്കെ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടോ ഞാൻ നടുന്നത്. എനിക്ക് കണ്ടണൊക്കെ എനിക്ക് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് എൻ്റെ ചെടിക്കൂട്ടങ്ങളിൽ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിതിനെ ഇവിടെ നിർത്തിയേ. ഇത്തിരി വെള്ളം നമുക്ക് തരും. ഇതെങ്ങ് നിരങ്ങി പോകത്തില്ല, അവിടെ തന്നെ നിന്നോളൂ ഒതുങ്ങി. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.